പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ചെറിയൊരു പന്തലാണ് കേട്ടോ. പാവലിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പന്തലാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ കുരുമുളക് നല്ലോണം ഉണ്ടായിരുന്നിപ്പുണ്ട്. നല്ല സൈസുള്ള കുരുമുളകാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പം ഇതിൻ്റെ ഈ കുരുമുളകിൻ്റെ മേളിലേക്ക് വള്ളിയായിട്ട് വിടുന്ന തണ്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് വിടണം. കാരണം നമുക്ക് എന്തോരം സൈസിലാണോ നിർത്തേണ്ടത്, ഇപ്പോൾ ഒരു 4.5 അടി ഹൈറ്റ് ആണെങ്കിൽ ആ ഒരു ഹൈറ്റ് കഴിഞ്ഞ് വളരുന്ന തണ്ടൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് വിടണം. അല്ലെങ്കിൽ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് വളർന്ന് കയറിപ്പോവും. നമുക്ക് കുറ്റിക്കുരുമുളകാണല്ലോ വേണ്ടത്, അല്ലെങ്കിൽ ഇത് സ്പ്രെഡായിട്ട് അങ്ങ് വളർന്നു പോകും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഇതിന് കെയർ കൊടുക്കണം കേട്ടോ. അത് വലിയ പണിയൊന്നും അല്ല. അപ്പോൾ ഞാനിവിടെ ദിവസം ഒരു നേരം വീതം നനയ്ക്കും കേട്ടോ. അപ്പോൾ വാട്ടറിങ്ങിൻ്റെ കാര്യം നമ്മൾ വെയിലൊക്കെ ഉള്ളപ്പോൾ നല്ലോണം നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ പിന്നെ നനയ്ക്കേണ്ട കാര്യം പറയേണ്ടതില്ല, നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ വളം എന്ന് പറയുമ്പം ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഈ ചാണകവെള്ളം കലക്കി ഒഴിക്കുകയും പിന്നെ ഈ പച്ചില വളങ്ങളും എല്ലാം ഇത് നല്ല എഫക്റ്റീവാണ്. അപ്പം നമ്മുടെ ചുവന്ന ഇഞ്ചിയുടെ വീഡിയോയിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞായിരുന്നു.